റോയൽ കണ്ടെയ്നേഴ്സ് എന്ന പേരിൽ പേപ്പർ കപ്പ് യൂണിറ്റ് സ്ഥാപിക്കുമെന്നാണ് ടി.സി. ഖാലിദ് ലിലാറിനെ അറിയിച്ചിരുന്നത്. 32 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് സ്ഥാപനം തുടങ്ങുന്നത്. 2007 മെയ് 29-ന് തുല്യ പങ്കാളിത്തത്തോടെ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതിന് കരാറുണ്ടാക്കി. ലിലാർ ചെമ്പിരിക്ക ടി.സി. ഖാലിദിന് 5 ലക്ഷം രൂപ കരാറുണ്ടാക്കിയതിന്റെ അടുത്ത ദിവസം കൈമാറി. 2007 മെയ് 30-ന് ലിലാർ തന്റെ ആസ്ട്രേലിയയിലെ HSBC ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ടി.സി. ഖാലിദിന്റെ ICICI ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്തത്. പണം നൽകി 2 വർഷം കഴിഞ്ഞിട്ടും സ്ഥാപനം ആരംഭിക്കാത്തതിനാൽ പദ്ധതിയിൽ സംശയം തോന്നിയ ലിലാർ പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും ഒഴിഞ്ഞു. 5 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ 2009 സെപ്റ്റംബർ 3-ന് കൂട്ടുസംരംഭത്തിൽ നിന്നും ഒഴിയുന്നതിന് കരാറുണ്ടാക്കി. എന്നാൽ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു നൽകാൻ ടി.സി. ഖാലിദ് തയ്യാറായില്ല. ഇതിനിടെ ആസ്ട്രേലിയയിൽ നിന്നും നാട്ടിലെത്തിയ ലിലാർ 2009 നവംബർ 25-ന് പണം തിരിച്ചു വാങ്ങുന്നതിന് ടി.സി. ഖാലിദിന്റെ ചാവക്കാട്ടെ വീട്ടിലെത്തി. പണം തിരിച്ചു വാങ്ങാനെത്തിയ തങ്ങളെ തന്റെ പോലീസ് സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതായി ലിലാർ പറയുന്നു. അവർ വളരെ മോശമായ ഇതിലാണ് ഭാര്യയും അയാളും കൂടി പെരുമാത്. ഇവൻ അടിക്കുകയും എന്നെ ചെയ്തു. എന്നിട്ട് അതിനുശേഷം അവർ പോലീസോ അവിടുത്തെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസ് ഓഫീസറൊക്കെ വന്ന് 2009 ഡിസംബർ 2-ന് ലിലാർ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.